മികച്ച റോഡ് ഉണ്ടാക്കുക, മികച്ച സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക, ടോൾ കൊടുക്കാൻ ആളുകൾ തയ്യാറാകും. പക്ഷേ പണി തീരാത്ത അല്ലെങ്കിൽ ഈ ദുരിതം വരുന്ന റോഡുകൾ എന്തിനാണ് ടോൾ എന്നുള്ളതാണ്. കളക്ടർക്ക് മാത്രമല്ല ഇവിടെ ആർക്കും ഒരു വിലയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് അടിയന്തരമായി ഇടപെടാൻ കഴിയുന്നതാണ്. യാതൊരു വിധത്തിലും ഇടപെടുന്നില്ല. തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്, പക്ഷേ അദ്ദേഹവും ഇതിലൂടെ തന്നെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ യാതൊരു വിധത്തിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വലിയ ഗതാഗത കുരുക്കാണ്. അതായത് ഈ ടോൾ പ്ലാസയ്ക്ക് ടോൾ കടന്ന്, അതായത് പാലിയക്കര കടന്ന് ആമ്പലൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ്. അതായത് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിക്കുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോളിന്റെ മുൻപും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ടോൾ കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്താനായി ഏകദേശം 20 മിനിറ്റോളം ടോൾ ഗേറ്റിൽ മാത്രം നിന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പലതവണ പരാതിയും അതുപോലെ തന്നെ സമരവും ഒക്കെ ചേട്ടാ, സമരവും പരാതിയൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര തവണ വെച്ചിട്ടാണ് നടക്കുന്നത്? തുടരെ സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി സമരം ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഭരണകൂടവും ടോൾ പ്ലാസും തമ്മിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ചുരുക്ക ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർ ടോള് പിരിക്കാൻ പറ്റില്ല, സജീവമായി എല്ലാ റോഡുകളിലും നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ട് പിരിക്കാൻ പാടുമെന്ന് പറഞ്ഞു. എന്തുണ്ടായി? 24 മണിക്കൂർ പോലും വന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ ടോൾ പുനഃസ്ഥാപിച്ചു. എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പുതുക്കാട്, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ പുതുക്കാട് ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിരന്തരം അപകടം ഉണ്ടാവുന്നുണ്ട്. ആ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻ ചെയ്യേണ്ടത് ടോൾ അധികാരികളും ഭരണകൂടമാണ്. അവർ അതിന് പകരം എന്ത് ചെയ്തു? ആ KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ള ഗതാഗതം വരെ അടച്ചു കിട്ടി. ഇതാണ് ഭരണകൂടം ടോൾ പ്ലാസും കൂടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊള്ളയടിക്കുന്നത്. ഇതിന് പ്രതികരിക്കുക, ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർക്കെതിരെ കേസ്. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികരിച്ച അപ്പോൾ അവർക്ക് കേസാണ്. 10,000, 5,000 വെച്ച് കേസാണ്. പോലീസും അതിനൊത്താശയാണ്. പോലീസിനെ പറഞ്ഞിട്ടില്ല, ഭരണകൂടം പറഞ്ഞാൽ അവർ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ഒരു അനീതിയാണ്. നമ്മളൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ, ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വില നൽകാത്ത ജനങ്ങൾക്ക് നികുതി പണല്ലേ ഇതൊക്കെ ഇവിടെ കാണുന്നത്? നമ്മുടെ നികുതി പണമല്ലേ സർക്കാർ ഭരിക്കുന്നത്? നമ്മുടെ നികുതി പണമല്ലേ ഈ ടോൾ പ്ലാസ് നൽകുന്നത്? ആർക്കും എന്ത് വില? നമ്മുടെ നാട്ടിൽ ഒന്നിനും ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഞാനൊരു ചുരുക്കം പറയണേ, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഒറ്റ വാഗ്ദാനം നൽകി, ഈ ടോൾ പ്ലാസ് അടിച്ചു പൊളിച്ച് മണലിപ്പുഴയിൽ കൊണ്ടിരുന്നു പറഞ്ഞു. ഇപ്പോൾ 15 വർഷം 14 വർഷമായി ഭരണം. എവിടെയാണ് ടോൾ പ്ലാസ് അടിച്ചു പൊളിച്ചത്? ഇപ്പോൾ ജനങ്ങളെ പിഴിയ തന്നെ, ഏത് ഭരണകൂടം വന്നാലും ജനങ്ങളെ ഊറ്റി പിഴിയ മാത്രമുള്ള ഒരു ഭരണകൂടം.